ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओं। ओं नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പഞ്ചമബ്രാഹ്മണം മധുബ്രാഹ്മണം ഷോഡശമന്ത്രം 16ാമത്തെ മന്ത്രം. ഇദം വൈ തന്മധു ദദ്യං ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് തദ്വാം നരാ സനയേ ധ്വംസ ഉഗ്രം ആവിഷ്കൃണോമി തന്യദുർന വൃഷ്ടിം ദദ്യං ഹാ യന്മധ്വാ അധർവണോ വാം അശ്വസ്യ ശീർഷ്ണ പ്രയധീമ ഉവാച ഇതി. ഇദം വൈ തന്മധു ദദ്യං ആധർവണഃ അശുഭ്യാം ഉവാച തത് ഏതത് ഋഷിഃ പശ്യൻ അവോചത് ആധർവണായ അശ്വിനൗ ദദീചേ അശ്വം ശിരഃ പ്രത്യരയതം സവാ മധു പ്രവോചത് ഋതായൻ ത്വാംഷ്ട്രം യത് ദസ്രൗ വാം അപി കക്ഷ്യം വാ ഇതി. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. മധുബ്രാഹ്മണം, മധു എന്ന വാക്കെന്തെന്ന് പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. കർമ്മഫലം അനുഭവിക്കുന്ന ജീവാത്മാക്കൾക്ക് അവരുടെ പുണ്യപാപത്തിനനുസരിച്ചുള്ള ശരീരം, അതിനനുസരിച്ച് കർമ്മഫലം അനുഭവിക്കണ പഞ്ചമഹാഭൂത സൃഷ്ടി, അതിനുശേഷം ദേവതകളുടെ സൃഷ്ടി ഇത്യാദികൾ ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മഫലത്തിനനുസരിച്ച് ശരീരമെടുത്താലും ആ ശരീരം അനുഭവിക്കുവാൻ സാധ്യമാകൂ എന്ന് അഥർവണ മഹർഷി അശ്വിനികുമാരന്മാർക്ക് ഉപദേശിക്കുന്നതായി നമ്മൾ ആദ്യത്തെ 14 മന്ത്രങ്ങളിൽ കണ്ടു. അതിനുശേഷം ആരാണോ ഈ വിധം ഉപാസന അനുഷ്ഠിക്കുന്നത്, കർമ്മഫലം അനുസരിച്ച് ജീവൻ എടുക്കും, ആ ജീവൻ പഞ്ചമഹാഭൂതമുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ പഞ്ചമഹാഭൂതം പരമാത്മ സൃഷ്ടിയാണ്. പിന്നെ ആ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്നത് ദേവതകളാണ്. ദേവതകൾ അതാത് ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതും പരമാത്മ സൃഷ്ടിയാണ്. അതിലും വ്യാപിച്ചിരിക്കുന്നത് തേജോമയൻ, അമൃതമയൻ ഇത്യാദി നാമങ്ങളോട് കൂടിയതാണ്. ആര് ഈ വിധം എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നുവോ, സർവാത്മഭാവ സൃഷ്ടി കാണുന്നുവോ, അവർക്ക് എന്ത് ഫലം? ജീവൻ മുക്തി എന്ന ഫലം എന്ന് 15ാമത്തെ മന്ത്രത്തിൽ
ഫലശ്രുതിയായിട്ട് ജ്ഞാനിയുടെ വാക്കുകളായിക്കൊണ്ട് ലക്ഷണമായിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ 16, 17 മന്ത്രങ്ങളിലേക്ക് പ്രവേശിച്ചു. അത് ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്ന മന്ത്രമാണ്. ആ ആഖ്യായിക ഇവിടെയാണ് വിസ്തരിച്ച് പറയുന്നത്. ആഖ്യായിക നമ്മൾ കണ്ടു. 16ാമത്തെ മന്ത്രത്തിൽ അഥർവണ മഹർഷിയുടെ അടുത്ത് അശ്വിനി കുമാരന്മാർ ഗുരു ഉപസത്യ നടത്തുന്നത്. ആ ഗുരു എങ്ങനെയാണ് ശിഷ്യരായി ഏറ്റെടുക്കുന്നത്, ഗുരുവിന് തനിക്കുള്ള പരിമിതികളെക്കുറിച്ച് ശിഷ്യരോട് പറയുന്നു. ശിഷ്യർ പറഞ്ഞു, അങ്ങ് ബ്രഹ്മവിദ്യ ഞങ്ങൾക്ക് ഉപദേശിച്ച് നൽകുകയാണെങ്കിൽ അങ്ങയെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ആ ഉറപ്പിൻ്റെ മേലിൽ അഥർവണ മഹർഷി തൻ്റെ ശിരസ് ഛേദിക്കുവാൻ സമ്മതിച്ചു. അശ്വിനി കുമാരന്മാരത് ഛേദിച്ചുകൊണ്ട് അശ്വത്തിൻ്റെ ശിരസ് മാറ്റിവെച്ചു. അങ്ങനെ അശ്വശിരസ്സോടുകൂടി ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു അഥർവണ മഹർഷി. ഇത് കണ്ട് ഇന്ദ്രൻ അശ്വത്തിൻ്റെ ശിരസ് അറുത്തു മാറ്റുന്നു. പിന്നെ നേരെയുള്ള യഥാർത്ഥ ശിരസിനെ അശ്വിനി കുമാരന്മാർ മടക്കി കൊടുക്കുന്നു. ഇത്യാദി കഥകൾ നമ്മൾ കണ്ടു. അതിൻ്റെ താല്പര്യം ഇത്രയേ ആയിരുന്നു. അപവാദ പ്രക്രിയ അഥർവണ മഹർഷിക്ക് നന്നായി അറിയാം. അതായത് ജഗത്ത് മിഥ്യയാണ്, എൻ്റെ ശരീരവും മിഥ്യയാണ്, അതുകൊണ്ട് എനിക്ക് ശരീരത്തിനോട് താതാത്മ്യം ഒട്ടും തന്നെ ഇല്ല എന്ന് ശിഷ്യരെ അപവാദ പ്രക്രിയ പഠിപ്പിക്കാതെ, അധ്യാരോപമാണ് 1 മുതൽ 14 വരെ പഠിപ്പിച്ചത്. അപവാദ പ്രക്രിയ പഠിപ്പിക്കാതെ ഗുരു തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ 16ാം മന്ത്രം മുതൽ അപവാദമാണെന്ന്. പക്ഷെ അപവാദമൊന്നും നമുക്കിവിടെ കാണാൻ പറ്റൂല. പക്ഷെ ആ കഥ എന്തിനു വേണ്ടിയാണ് ഇവിടെ? വെറുതെ നമുക്ക് അയ്യോ ഇത്രയും നേരമായി കഥയൊന്നുമില്ല, ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതല്ല. എന്തിനു വേണ്ടിയാണ്? ആ തീവ്ര മുമുക്ഷുക്കളായ ശിഷ്യരെ അവരുടെ വൈരാഗ്യം കണ്ടിട്ട്, മുമുക്ഷുത്വം കണ്ടിട്ട്, അധികാരം കണ്ടിട്ട് ഗുരുനാഥൻ തൻ്റെ ശരീരത്തിനെ പോലും ശിഷ്യന് സമർപ്പിക്കാൻ തയ്യാറായി. കാരണം ന ശാശ്വത മമ ശരീരം എന്നുള്ള ഉറച്ച ബോധം, എൻ്റെ ശരീരം ശാശ്വതമല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനോട് മമതയുമില്ല, അതുകൊണ്ടാണ് ശിരസ് ഛേദിക്കാൻ സമ്മതിച്ചത്. അപ്പോൾ ആ കഥയുടെ താല്പര്യം നമ്മൾ ഇങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്, അല്ലെ മനനം ചെയ്യേണ്ടത്. അങ്ങനെ ആ കഥ നമ്മൾ കണ്ടു. മൂന്നാമതൊരാളായി നമ്മളോട് പറയുന്ന രീതിയിലാണ് 16ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അഥർവണ മഹർഷിയുടെ അടുത്ത് അശ്വിനി കുമാരന്മാർ ഗുരു ഉപസത്യം നടത്തുന്നു. അവരുടെ ഗുരുശിഷ്യ സംവാദം, ബ്രഹ്മവിദ്യാ ഉപദേശം, ശിരസ് ഛേദനം, ഇന്ദ്രൻ്റെ വരവ് പോക്ക്, ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സൂത്രധാരൻ ഇവിടെ ഋഷി എന്ന പേരിൽ പറഞ്ഞു. അവർ നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ രീതിയിലാണ് 16ാമത്തെ മന്ത്രം യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അല്ലേ? അപ്പോൾ ഈ കഥയുടെ താല്പര്യം നമ്മൾ കണ്ടിരുന്നു. ഇന്ദ്രേണ രക്ഷിതാ വിദ്യ, ദുഷ്പ്രാപാദ വിദ്യ, കർമ്മനിരപേക്ഷ വിദ്യ, ആത്മരതിഹേതു വിദ്യ. ഇവിടെ വിദ്യ എന്ന് വെച്ചാൽ മധുവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്നെടുക്കണം. ഇനി 17ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഇത് തുടർച്ചയാണ്. 16ാമത്തെ മന്ത്രത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇതം വൈ തന്മധു ദധ്യം അഥർവണഃ അല്ലെങ്കിൽ ആധർവണഃ അശുഭ്യാം ഉവാച. ദധ്യം അല്ലെങ്കിൽ ആധർവണ മഹർഷി. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആവർത്തന നാമങ്ങൾ. ഇപ്പം മഹാഭാരതം എടുത്തോളൂ, രാമായണം എടുത്തോളൂ, ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരാൾക്ക് അനേകം നാമങ്ങൾ. ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ധർമ്മരാജൻ, യുധിഷ്ഠിരൻ അല്ലെ, ധർമ്മരാജ് യുധിഷ്ഠിര എന്നാണ് പറയുക അല്ലേ. അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്ന അങ്ങനെയാണ്. മൃഗോദര ഭീമൻ എന്നാണ് പറയുക അല്ലേ. ഭീമൻ എന്ന് പറയുമെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്ന? മൃഗോദരനായ ഭീമൻ. അങ്ങനെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരുനാമങ്ങൾ പണ്ടത്തെ ഒരു സമ്പ്രദായത്തിന് അത് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദധ്യൻ എന്ന അഥർവണ മഹർഷി പറഞ്ഞു എന്താണ്? അശുഭ്യാം ഉവാച, അശ്വിനി മഹർഷികളോടായിക്കൊണ്ട് ഉപദേശിച്ചു. ആര് പറയുന്നു ഇത്? തദേതത് ഋഷി പശ്യൻ അവോചത്. ഒരു ഋഷി ഇത് കണ്ടുകൊണ്ട്
നമ്മളോടായിക്കൊണ്ട് മൂന്നാമതൊരാളായി പറയുകയാണ്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അടുത്ത ആ കഥയുടെ തുടർച്ച തന്നെയാണ് 17ാമത്തെ മന്ത്രം. ആധർവണായ അശ്വിനൗ ദതീജേ അശ്വം ശിരഃ പ്രത്യരയതം. അതായത് പ്രത്യരത എന്ന് വെച്ചാൽ മാറ്റിവെക്കുക. പ്രതി ഏത അയം മാറ്റിവെക്കുക. അതായത് എന്തിൻ്റെ? അശ്വം ശിരഃ, ഒറിജിനൽ ശിരസ് മാറ്റി എന്ത് ചെയ്തു? ആധർവണ മഹർഷിക്ക് അശ്വത്തിൻ്റെ ശിരസ് വെച്ചു എന്ന് പറയുന്നു. സവാ മധും പ്രവോചത് ഹൃദായൻ. ഹൃദായൻ എന്നുണ്ട്, ഹൃദായതെന്നുണ്ട് കേട്ടോ. ഹൃദായൻ നകാരം മാറി തകാരാകാറുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെയാണെങ്കിൽ രണ്ടും ശരിയാണ്. പാണിനി സൂത്രം അനുസരിച്ച് നമ്മൾ അന്വയിക്കുമ്പോൾ ഹൃദായതെന്നും പറയാം, ഒരുമിച്ച് പറയുമ്പോൾ ഹൃദായൻ എന്നും പറയാം. രണ്ടിനും അർത്ഥം മാറുന്നില്ല. അപ്പോൾ ഈ മധുവിദ്യയെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ മടങ്ങി വരികയാണ്. അടുത്ത വാക്ക് അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. ബാക്കി നമുക്ക് തുടർച്ച കാണാം. ത്വാംഷ്ട്രം യത്. ഞാൻ കഴിഞ്ഞ ദിവസം യത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. അവിടെ ഒരു യതെന്നുള്ള ഇരട്ടിപ്പുണ്ട്. ത്വാംഷ്ട്രം യത് ദസ്രോ വാം അപി കക്ഷ്യം വാ ഇതി. ത്വാംഷ്ട്രം എന്ന വാക്കാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. അതായത് ഈ മൂന്നാമതായിക്കൊണ്ട്, ശ്രദ്ധിക്കണേ, മനസ്സിൽ ആ ഭാവന വരണം. ഈ കഥയെല്ലാം നമ്മുടെ മനസ്സിൽ നടക്കണം. അപ്പം മൂന്നാമതൊരു ഋഷി നമ്മളോട് പറയുകയാണ്. ഇത് അധർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറഞ്ഞത് അദ്ദേഹം ത്വാംഷ്ട രൂപത്തിലാണ്, താംഷ്ട രൂപത്തിലും കൂടെയാണ് എന്ന്. ത്വാംഷ്ട്രം എന്ന വാക്കിന് നിങ്ങളുടെ പുസ്തകത്തിൽ ആദിത്യനെ സംബന്ധിച്ചെന്നായിരിക്കും. അത് രണ്ടാമത്തെ അർത്ഥമാണ്. ഒന്നാമത്തെ അർത്ഥം എഴുതിക്കോളൂ, ഉപാസനാപരം എന്നാണ്. ത്വാംഷ്ട്രം എന്ന വാക്കിൻ്റെ പ്രഥമ അർത്ഥം ഉപാസനാപരം, ദ്വിതീയ അർത്ഥമാണ് ആദിത്യനെ അല്ലെങ്കിൽ സൂര്യനെ സംബന്ധിച്ചത് എന്നത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഈ മൂന്നാമത് നിൽക്കുന്ന ഋഷി നമ്മളോട് പറയുകയാണ്, അധർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, എങ്ങനെയാണ് സർവാത്മഭാവത്തിൽ അല്ലെങ്കിൽ മോക്ഷത്തെ അടയേണ്ടത് എന്ന ഉപദേശത്തിനോടൊപ്പം അതിന് ചെയ്യേണ്ട സാധനകൾ, അതാണ് ഉപാസനാപരം. ശ്രദ്ധിക്കണേ, സൂക്ഷ്മമാണ്. നമ്മൾ തമാശയല്ല, ബൃഹദാരണ്യം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. ത്വാംഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപാസനാപരം. എന്തുകൊണ്ട് ഉപാസനാപര എന്ന് പറയുന്നു? മൂന്നാമതായി ഒരു മഹർഷി പറയുകയാണ്, അധർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ശിരസ് ഛേദിച്ച് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു. വെറും ഉപദേശം മാത്രമല്ലായിരുന്നു അവിടെ, ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് ആ ഉപദേശത്തെ നേടിയെടുക്കേണ്ടത്. ഉപദേശം എന്തായിരുന്നു? ബ്രഹ്മവിദ്യ. അപ്പോൾ ആ ബ്രഹ്മവിദ്യയെ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ള സാധനകളും, അതാണ് ഉപാസനാപരം. ഇപ്പം നമ്മളോട് വഴിയെ കൂടെ ഒരാൾ പറഞ്ഞു പോവുകയാണ്, ആ മോക്ഷമുണ്ട്, മോക്ഷമുണ്ട്, ഇതാണ് മോക്ഷം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കതെങ്ങനെ കിട്ടും? അല്ലേ? ഒരാൾ വന്നു വെറുതെ പറയുകയാണ്, അല്ലേ, ഇതൊന്നും ശാശ്വതമല്ല, നിങ്ങൾ ജീവൻ മുക്തിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഉപദേശം തന്നിട്ട് നമുക്ക് എന്ത് കാര്യം? ഉപദേശം വെറുതെ കിട്ടും, അല്ലേ? പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കണമെന്നുള്ള ഉപായവും കൂടെ പറഞ്ഞു തരണം. അതാണ് യഥാർത്ഥ ഗുരു. ആ ഉപായങ്ങളിലൂടെയാണ് അധർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. അതാണ് ഉപാസനാപരം എന്ന വാക്കിൻ്റെ അർത്ഥം സാധനാപരം. പരം എന്ന് വെച്ചാൽ സാധനകളും കൂടി ഉപാസനകളും കൂടി നേടിയെടുക്കണമെന്നുള്ള ഉപായങ്ങളും കൂടി, ബഹുവചനമാണ് സാധന ഉപാസനാപരം എന്ന് പറയുന്നത്. അതും കൂടെ ഉപദേശിക്കുകയാണ്. അതൊന്നും ഇവിടെ പറയുന്നില്ല, അല്ലേ? എന്ത് പറഞ്ഞു? അധ്യാരോപത്തിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ
സർവവ്യാപിയായ തേജോമയനെ വെഷ്ടിയിലും നീ കാണൂ എന്ന് പറഞ്ഞു. ഉപദേശമായിരുന്നു അത് എങ്ങനെ കാണണം എന്നുള്ള ഉപായങ്ങളും. അത് ഇവിടെ പറയാത്തത് എന്താണ്? നമ്മളോട് യാജ്ഞവൽക്യ മഹർഷി പല സ്ഥലങ്ങളിലും പറഞ്ഞു. 1-ാം അധ്യായം മുഴുവൻ ഉപായങ്ങളായിരുന്നു. ഉപാസനകൾ പറഞ്ഞു തന്നു. ചിത്തശുദ്ധി എന്ന ഉപായം അല്ലേ, അധികാരം എന്ന ഉപായം, കാരകദൃഷ്ടിപ്രാപ്തി, ഓർമ്മയുണ്ടോയെന്നറിഞ്ഞു. ഇതൊക്കെ ഉപായങ്ങളായിരുന്നു 1-ാം അധ്യായത്തിൽ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. എന്താണ് അശ്വിനികുമാരന്മാർക്ക് അഥർവണ മഹർഷി കൊടുത്ത സാധനകളെന്ന് ആ സാധനങ്ങൾ 1 by 1 ആയിട്ട് പറയാത്തതിൻ്റെ കാരണം യാജ്ഞവൽക്യ മഹർഷി നമ്മളോടായിക്കൊണ്ട് അനേക സ്ഥലത്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. അപ്പോൾ ഇവിടെ 3-ാമത് കേൾക്കുന്ന മഹർഷി നമ്മളോട് പറയുകയാണ്, ഗുരുവിൻ്റെ മഹത്വം പറയുകയാണ് ത്വാഷ്ട്രം എന്ന വാക്കിൽ. ഗുരുനാഥൻ നിസാരക്കാരനല്ല. ഗുരു ആ സമ്പ്രദായത്തിലൂടെ തന്നെയാണ് എങ്ങനെയാണോ ശിഷ്യന്മാരെ മുമുക്ഷുത്വത്തിലേക്കും എങ്ങനെയാണോ അധികാരത്വത്തിലേക്ക് പൂർണ്ണമായി, ഇവർ 99% അധികാരികൾ തന്നെയാണ് കേട്ടോ, പക്ഷെ അവരെ പൂർണ്ണതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഉപായങ്ങളും ഇവിടെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്നും അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കണം. ചിത്തശുദ്ധി നേടാനുള്ള ഉപാസനകൾ, അതാണ് ഉപാസനാപരം. ചിത്തശുദ്ധി നേടാനുള്ള ഉപാസനകൾ നമുക്കറിയാം. ചിത്തശുദ്ധി നേടേണ്ട ഉപാസനകൾ എന്തൊക്കെയാണ്? ജപം, ധ്യാനം ഇത്യാദികളൊക്കെ അല്ലേ. അതാണ് ചിത്തശുദ്ധി നേടേണ്ട ഉപായങ്ങൾ. പിന്നെ അധികാരം നേടേണ്ട ഉപായങ്ങൾ അല്ലേ. മുമുക്ഷുത്വം വളർത്തുക, ക്ഷമ, ധമ, ഉപരതി, തിതിക്ഷ, ഇതെല്ലാം വളർത്തേണ്ട ഉപായങ്ങളും. അതും നമ്മൾ വിവേക ചൂടാമണി മുതലേ പഠിക്കുന്നത് ഈ ഉപായം. അപ്പോൾ ഒന്നാമത്തെ ഉപായം ചിത്തശുദ്ധിക്കുള്ള ഉപായം, 2-ാമത്തെ ഉപായം സാധന ചതുഷ്ടയ സമ്പത്തിക്കുള്ള ഉപായം. ആ ഉപായങ്ങളൊക്കെ ഉപാസനകളിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കുക, നിഷ്കാമമായി നമ്മൾ ചെയ്യുന്ന കർമ്മയോഗമായിക്കോട്ടെ ഉപാസനകളായിക്കോട്ടെ, അതൊക്കെ ഉപായങ്ങളാണ്. അതെല്ലാം അല്ലേ. ഒരു കുതിരയുടെ പല അവയവങ്ങളിൽ ഈശ്വരനെ കാണാൻ പറഞ്ഞു തന്നു ആദ്യം, അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. അത് മുതലുള്ള എല്ലാ ഉപായങ്ങളും, അതാണ് ത്വാഷ്ട്രം. അപ്പം അങ്ങനെയാണ് ത്വാഷ്ട്രത്തിലൂടെയാണ് 3-ാമത് ഋഷി നമ്മളോട് പറയുകയാണ്, അശ്വിനികുമാരന്മാർക്ക് അഥർവണ മഹർഷി ത്വാഷ്ട്ര രൂപത്തിലാണ്, അതായത് എങ്ങനെ ബ്രഹ്മവിദ്യയെ നേടിയെടുക്കണം എന്ന പൂർണ്ണ രൂപത്തിലാണ് അവർക്ക് ഉപദേശിച്ചു കൊടുത്തത്. അത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരൻ്റി ആയിട്ട് പറയുന്നത് എന്ന് ഇവിടെ ആ 3-ാമത് നിൽക്കുന്ന സൂത്രധാരൻ നമ്മളോട് പറയുകയാണ്. 1-ാമത്തെ അർത്ഥം അത്. ഇനി 2-ാമത്തെ അർത്ഥം ത്വാഷ്ട്രം എന്ന വാക്കിന് ഒരു കഥയാണ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ 190-ാമത്തെ പേജിൽ, മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 190 കുറേ കറക്ഷനുണ്ട്. ഈ കഥ പൂർണ്ണമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണോ പ്രൂഫ് റീഡിങ്ങിൻ്റെ മിസ്റ്റേക്കാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്വാമിജി ഇല്ല ഇപ്പം, അതുകൊണ്ട് സ്വാമിജിയോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് കഥ, മറ്റൊരു രീതിയിലാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ആ പേജ് എടുക്കുമോ? അപ്പം ഞാൻ ആദ്യം എന്താ തെറ്റെന്ന് ആദ്യം പറയാം. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 190 ആ കുറിപ്പിൽ കഥയെ പറയുന്നുണ്ട്. മുൻപറഞ്ഞ ആഖ്യായികയെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഒരു മന്ത്രവും കൂടി ഉദ്ധരിക്കുന്നു. ഈ ബ്രഹ്മവിദ്യയെ പ്രാപിക്കുവാനായി അശ്വിനികൾ ആദ്യം ബ്രാഹ്മണൻ്റെ ശിരസ് ഛേദിക്കുന്നു, അതായത് അഥർവണ മഹർഷിയുടെ ശിരസ് ഛേദിക്കുന്നു. പിന്നെ അശ്വത്തിൻ്റെ ശിരസ് ഛേദിക്കുക എന്ന അതിക്രൂര കർമ്മം ചെയ്യാൻ കൂടി സന്നദ്ധരായി എന്നത് ബ്രഹ്മവിദ്യയെ സ്തുതിക്കുവാനായി. അതായത് നമ്മളത് കണ്ടിരുന്നു, ഗുരുവിൻ്റെ ത്യാഗം, ശിഷ്യന്മാരുടെ തീവ്ര മുമുക്ഷുത്വം, അത് നമ്മൾ സ്തുതിയിൽ കണ്ടിരുന്നു. താംഷ്ട്രമായ മധു എന്ന് പറയുന്നതും പ്രവർഗ്യ കർമ്മത്തിന്
അംഗഭൂതമായ വിജ്ഞാനത്തെയാണ് ശതപഥ ബ്രാഹ്മണത്തിലുള്ള ഒരു കഥയെ ഇവിടെ അനുസ്മരിക്കുന്നു. ശതപഥ ബ്രാഹ്മണം ഇനി നമ്മൾ പഠിക്കും. ഒരിക്കൽ വിഷ്ണു ദേവന്മാരെക്കാൾ തനിക്കുള്ള ശ്രേഷ്ഠതയിൽ അഭിമാനം പൂണ്ടു. അങ്ങനെയല്ല കഥ. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുക. ബൃഹദാരണ്യക ഉപനിഷത്ത് മലയാളത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടോ ക്ലാസ്സൊന്നും അറിഞ്ഞുകൂടാ. തമിഴും സംസ്കൃതവും ഒക്കെ ഉണ്ട്, ഹിന്ദിയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുക. കഥ ഇങ്ങനെയാണ്. കേൾക്കുന്നുണ്ടോ? ഓം നമോ നാരായണ. നമുക്ക് മടങ്ങി വരാം. പുസ്തകം നോക്കുവോ? ശതപഥ ബ്രാഹ്മണത്തിലുള്ള ഒരു കഥയെ ഇവിടെ അനുസ്മരിക്കുന്നു. ഒരിക്കൽ വിഷ്ണു ദേവന്മാരെക്കാൾ തനിക്കുള്ള ശ്രേഷ്ഠതയിൽ അഭിമാനം പൂണ്ട്. വില്ലിൻ്റെ അറ്റത്ത് ഇങ്ങനെയാണ് ഇതിൽ കഥ പറയുന്നത്. ഇങ്ങനെയല്ല കഥ. കഥ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരിക്കൽ ദേവതകളും അസുരന്മാരും തമ്മിൽ വളരെ വളരെ പ്രശ്നമായി, യുദ്ധമായി അല്ലേ. അതായത് അസുരന്മാർക്ക് ദേവതാസ്ഥാനം വേണം. അവർക്ക് സ്വർഗം എന്ന ലോകം അവർക്ക് നേടിയെടുക്കണം. അത് അപഹരിക്കുവാനായിട്ട് അസുരന്മാരെന്ത് ചെയ്തു? ദേവതാലോകത്ത് വന്ന് അവരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പല പുരാണങ്ങളിൽ ഇത് കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ദേവന്മാർക്ക് ഇവരെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അവർക്ക് ദേവതാസ്ഥാനം പോകും. ദേവേന്ദ്രൻ എന്നുള്ള സ്ഥാനം പോകും. മറ്റ് ദേവതകൾക്കെല്ലാം അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും. ദേവലോകത്ത് നിന്നും അവർ പുറത്തു പോകണം. അസുരന്മാർക്ക് അടിമകളായി ജീവിക്കേണ്ടി വരും എന്നൊരു വളരെ പ്രതിസന്ധിയിലെത്തി. ഇവർക്ക് യുദ്ധം വിജയിക്കാൻ സാധിക്കുന്നില്ല ദേവതകൾക്ക്. അപ്പോഴെന്ത് ചെയ്തു? ദേവതകൾ അവസാനം എന്ത് ചെയ്തു? ബ്രഹ്മാജിയുടെ അടുത്ത് വന്നു അല്ലേ. ആ ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഇത്, നിങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധ്യമാകൂ എന്ന് ദേവതകളോട് ബ്രഹ്മാവ് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ദേവേന്ദ്രനും മറ്റ് ദേവതകളുടെ പരിവാരവുമായിട്ട് ദേവതകൾ എവിടെ പോകുന്നു? സാക്ഷാൽ നാരായണൻ്റെ അടുത്ത് പോവുകയാണ്. നാരായണൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനങ്ങൾ പോകുന്നു, ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സാക്ഷാൽ നാരായണൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ആദ്യമൊന്നും മിണ്ടിയില്ല. കാരണം നിങ്ങൾ ഗർവിഷ്ഠരാണ്, അഹങ്കാരികളാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് അല്ലേ, ഇവരുടെ ഭാഗം, ദേവതകളുടെ ഭാഗം ന്യായീകരിക്കുവാനായിട്ട്, എങ്ങനെയായാൽ പറ്റില്ല, ദേവതകൾ വേണം, എങ്കിലേ അവർക്ക് യഥാവിധി ധർമ്മം ചെയ്യാൻ സാധിക്കും, എങ്കിലേ പ്രകൃതി അതിൻ്റെ താളത്തിൽ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതുർമുഖ ബ്രഹ്മാവ് സാക്ഷാൽ നാരായണൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്, ദേവതകൾക്ക് വേണ്ടി. അപ്പോൾ സ്ഥിതിപാലകനാണല്ലോ നാരായണൻ. അപ്പം ഭഗവാൻ സമ്മതിച്ചു. അപ്പം ഭഗവാൻ എന്ത് പറഞ്ഞു? ശരി, ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ദേവതകളെ അസുരന്മാരിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. അങ്ങനെ അസുരന്മാരെ അദ്ദേഹം നിഗ്രഹം ചെയ്ത് അവരെ ദേവലോകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കാതെ ദേവതകൾക്കുള്ള അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൊടുത്തു. അപ്പോൾ ഭഗവാൻ വീണ്ടും ക്ഷീരസാഗരം, ഭഗവാൻ നാരായണൻ തിരിച്ചു വന്നപ്പം പക്ഷെ ഭഗവാന് മനസ്സിലായി അസുരന്മാർ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ തൃപ്തരല്ല. കാരണം ഭഗവാൻ അവിടെ എന്ത് ചെയ്തു? വേറെ വ്യത്യാസം കാണിച്ചു അല്ലേ. നമ്മൾ പാർഷ്യാലിറ്റി, ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത് കാണിച്ചു. അതുകൊണ്ട് അസുരന്മാർ തൽക്കാലം യുദ്ധത്തിൽ നിന്നും പരാജയപ്പെട്ടു പോയി എന്ന് ഭഗവാൻ നാരായണൻ അറിയായിരുന്നു. അവർ ഏതു നിമിഷവും മടങ്ങി വരാം, പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ദേവതകളുമായി യുദ്ധം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉറപ്പ് നാരായണനുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഏതു സമയത്തും യുദ്ധത്തിനായിക്കൊണ്ട്, ദേവലോക സംരക്ഷണാർത്ഥം യുദ്ധത്തിനായിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആയുധത്തിന്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്,
ആയുധത്തിന് എന്ത് ചെയ്തു? പിന്നീടുള്ള കഥ ഇതിൽ പറയുന്നത് പോലെ തന്നെയാണ്. അതായത് ഈ അസുരന്മാരിൽ നിന്നും ദേവതകളെ സംരക്ഷിക്കുവാനായിട്ട് അദ്ദേഹം യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറിയില്ല. ഏത് സമയവും അസുരന്മാർ വരാം, അവരിൽ നിന്നും ദേവതകളെ സംരക്ഷിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ആയുധവുമായിട്ട് വിശ്രമത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആയുധം, അതൊക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട്, വില്ല്, അമ്പും വില്ലും. ആ ആയുധം ഭഗവാന്റെ വില്ലിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഷാരംഗം. ഭഗവാൻ നാരായണൻ്റെ വില്ല് ഷാരംഗം കേട്ടിട്ടുണ്ടാകും. അർജുനൻ്റെ വില്ല് അല്ലേ? ഗാന്ധീവം. ഭഗവാൻ രാമചന്ദ്ര പ്രഭുവിൻ്റെ വില്ല് കോദണ്ഡം, ഇത്യാദി പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭഗവാൻ നാരായണൻ്റെ വില്ലാണ് ഷാരംഗം. അപ്പോൾ ഈ ഷാരംഗവുമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ക്ഷത്രിയൻ എങ്ങനെയെന്ന് വെച്ചാൽ അമ്പും വില്ലും ഉപയോഗിക്കുവാണെങ്കിലും ഇവർ ആ യുദ്ധസമയത്ത് മാത്രമേ ഈ വില്ലിൽ ഞാണ് കെട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്പും ബോ ആൻഡ് ആരോ, അതിൽ ആ വില്ലിൽ ഞാണിങ്ങനെ കെട്ടണം. ഞാണ് കെട്ടിയിട്ട് ഞാനിങ്ങനെ വലിച്ച് അതിൽ അമ്പ് വെച്ചിട്ട് അവർ വലിച്ച് ആണ് എത്രമാത്രം പുറകോട്ട് വലിക്കാൻ സാധിക്കുന്നോ അത്രമാത്രം മുന്നോട്ട് പോകും അല്ലേ? ഇപ്പം അർജുനൻ, നമ്മൾ മഹാഭാരതത്തിലൊക്കെ കാണുന്നതാണ്, അർജുനൻ്റെ വില്ലിന്, അതായത് ഗാന്ധീവത്തിന് 108 ഞാണുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും വലിയ അമ്പും വില്ലുമായിരുന്നു അർജുനൻ്റെ അടുത്ത് അല്ലേ? അത് പല പല കാരണങ്ങൾ കൊണ്ട്. ക്ഷത്രിയന്മാരുടെ ഏറ്റവും എന്താ പറയുക ആയുധമാണ് ഈ അമ്പും വില്ലും വരുന്നത്. അപ്പം ഈ യുദ്ധം കഴിഞ്ഞാൽ, യുദ്ധത്തിന് തുടങ്ങുന്നതിന് മുമ്പേ ഈ വില്ലിൽ ഞാണ് കെട്ടാവുള്ളെന്നാണ് യുദ്ധ നിയമം. അപ്പോൾ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്ര സമയമൊക്കെ ഉണ്ട്, സൂര്യാസ്തമയത്തിന് ശേഷം പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല, ഇത്യാദി അനേകം നിയമങ്ങളുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. അപ്പോൾ ഈ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഞാണ് ഭഗവാൻ അറിയാം ഏത് നിമിഷം വേണമെങ്കിലും അസുരന്മാർ മടങ്ങി വരാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഞാണ് അഴിച്ചു വെക്കാതെ, അതായത് ഷാരംഗം എന്ന ഈ വില്ലിൽ ഞാണ് അഴിച്ചു വെക്കാതെ ഭഗവാന്റെ അടുത്ത് തന്നെ വെച്ച് ഭഗവാൻ അതിൽ തന്നെ ശിരസ് വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ വിശ്രമിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അസുരന്മാർ വരുന്നത് കാത്തിരുന്നുകൊണ്ട് ദേവന്മാർക്ക് ഇത് കണ്ടിട്ട് വീണ്ടും അവർക്ക് അസൂയ ഉണ്ടായി, അവർക്ക് അഹങ്കാരം ഉണ്ടായി എന്ന് പറയുന്നു. കാരണം ഇത് വെറുതെയാണ്, ഭഗവാന്റെ എന്താ പറയുക ആക്ടിങ് ആണ്. കാരണം ഞാനാണ് സംരക്ഷിച്ചത് എന്ന് ഭഗവാന് എല്ലാവരെയും കാണിക്കണം, ഞാൻ കാരണമാണ് ദേവതകൾ അവരുടെ സ്ഥാനത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്, അവർക്ക് ദേവലോകം പോകാത്തത് എന്ന് എല്ലാവരെയും അറിയിക്കണം. അതുകൊണ്ടാണ് ഇത് അസുരന്മാർ വരാനൊന്നും പോകുന്നില്ല, ഭഗവാൻ വെറുതെ ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പ്രഹസനമാണെന്നുള്ള ഭാവം ദേവതകൾക്കുണ്ടായി. ഇനി അസുരന്മാർ വരില്ല, ഞങ്ങളുടെ സ്ഥാനമൊന്നും പോകില്ല എന്നുള്ള അഹങ്കാരം ദേവതകൾക്കുണ്ടായി. അപ്പോൾ ദേവതകൾ എന്ത് ചെയ്തു? ഈ ഞാണിൻ്റെ അറ്റത്തേക്ക് ചിതലിനെ വിട്ടു. അത് ഇനി പിന്നെ ബാക്കി പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ കഥ. ചിതലിനെ വിട്ടിട്ട് ചിതൽ കൊണ്ട് എന്ത് ചെയ്തു? ഈ ഞാണ് അത് തുറന്ന് ചിതൽ എന്താ ചെയ്യുക? അത് തുറന്ന് അത് മുഴുവൻ തിന്നും അല്ലേ? അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഈ അമ്പ് വില്ലിൽ നിന്നും എന്ത് ചെയ്തു? ഈ ഞാണ് തുറന്നു തിന്നു ചിതലുകൾ. അപ്പോൾ എന്ത് ചെയ്തു? അതിന് കേടായിപ്പോയില്ലേ? അപ്പം അതിങ്ങനെ പൊട്ടി ഭഗവാന്റെ ശിരസ്, കാരണം അതിലിങ്ങനെ ശിരസ് വെച്ച് ഭഗവാൻ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ ശിരസ് ആ ഞാണ് വന്ന് ഭഗവാന്റെ ശിരസിൽ കൊണ്ട് ശിരസ് അറുത്തുപോയി എന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ അറുത്തുപോയ ശിരസ്സാണ് ത്വാഷ്ട്രം. അതാണ് ത്വാഷ്ട്രം എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം. അതാണ് സൂര്യദേവൻ. ഭഗവാന്റെ ആ അറുത്തുപോയ ശിരസ്സാണ് സൂര്യദേവത എന്ന് പറയും. അപ്പോൾ ശിരസ് പോയില്ലേ? അപ്പം ഭഗവാന് ശിരസ്സില്ല.
പിന്നെ അസുരന്മാർ വീണ്ടും ഉപദ്രവിക്കാൻ വന്നു. ദേവതകളെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല. ബ്രഹ്മാജി കൈയൊഴിഞ്ഞു, മഹാദേവൻ കൈയൊഴിഞ്ഞു. കാരണം അത്രയും അഹങ്കാരം ചെയ്തു വച്ചിരിക്കുകയാണ് ദേവതകൾ. അപ്പോൾ വീണ്ടും ഭഗവാൻ നാരായണന് തന്നെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴെന്ത് ചെയ്തു? ഭഗവാൻ നാരായണൻ്റെ ശിരസ് വീണ്ടും വെക്കുവാനായിട്ട് ഈ ദേവലോക വൈദ്യരായ അശ്വിനികുമാരന്മാരെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്ന് അവർ ഭഗവാൻ നാരായണൻ്റെ ശിരസ് വീണ്ടും ചെയ്തു കൊടുത്തു. ശിരസ് യഥാസ്ഥാനത്ത് വെച്ചു കൊടുത്തു വൈദ്യർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശിരസ്സാണ് സൂര്യദേവത ആയിക്കൊണ്ട് ഇവിടെ പറയുന്നത്. ഇവിടെ മൂന്നാമതൊരു ഋഷി നമ്മളോട് പറയുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇത് പറയാൻ കാരണം അശ്വിനികുമാരന്മാർ ആദ്യമായിട്ടല്ല ശിരസ് പോയിട്ട് അടുത്ത ശിരസ് കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മൾ സൂര്യദേവതയെ സൂര്യനാരായണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാരായണൻ്റെ രൂപമായിട്ടാണ് സൂര്യഭഗവാനെ നമ്മൾ കാണുക, അല്ലേ? സൂര്യനാരായണൻ എന്നല്ലേ നമ്മൾ പറയാറ്. അതിന് കാരണം ഇതാണ്, ഈ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ സൂര്യദേവതയെ അവിടെ പറയുന്നു. പിന്നെ അശ്വിനികുമാരന്മാർ ഈ ശിരസ് വീണ്ടും ഛേദിച്ചതിന് പകരമായി വീണ്ടും ഭഗവാന് വെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഇവർക്കിത് മുൻപരിചയമുണ്ട്. അതുകൊണ്ടാണ് തനിക്കുണ്ടായ പ്രതിസന്ധിയിൽ നിന്നും അധർവണ മഹർഷിയെ രക്ഷിക്കാനായിട്ട് അശ്വത്തിൻ്റെ ശിരസ് ഛേദിച്ച് വെച്ചത് എന്നും പറയുന്നു. പിന്നെ ഇവിടെ സൂര്യദേവതയെ പറയുന്നത് നമ്മളോടായിക്കൊണ്ട് ഈ കഥ പറയാൻ കാരണം സൂര്യദേവത എന്നത് ഉപാസ്യ ദേവതയാണ്. ആ ഉപാസനയും കൂടെയാണ്. ശ്രദ്ധിക്കണേ, ഉപാസനാപരം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. അധർവണ മഹർഷി അശ്വിനികുമാരന്മാരോട് എന്ത് ഉപാസന പറഞ്ഞെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായി പറയുകയാണ് സൂര്യ ഉപാസന, ആദിത്യ ഉപാസന. ഒന്ന് മാത്രമല്ല കേട്ടോ, അനേകമുണ്ട്. അതിൽ പ്രതിനിധിയായിക്കൊണ്ട് ചിത്തശുദ്ധിക്ക് വേണ്ടി, അധികാരത്വത്തിന് വേണ്ടി, ബ്രഹ്മവിദ്യാപ്രാപ്തിക്കായിട്ട് ഉപാസന പറഞ്ഞു കൊടുത്തു. അതിൽ ഒരു ഉപാസനയായിക്കൊണ്ട് ആദിത്യ ഉപാസന ഇവിടെ എടുക്കാം. കാരണം ഭഗവാൻ നാരായണൻ്റെ ശിരസ്സാണ് ആദിത്യൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ആദിത്യനെ കാണുമ്പോൾ ഭഗവാനെ ഓർമ്മ വരണം. അതിലൂടെ ആ ഉപാസനയിലൂടെ, സൂര്യ ഉപാസനയിലൂടെ ചിത്തശുദ്ധി നേടിയെടുക്കണം. പിന്നെ അനേകം ഉപാസനകൾ വേറെയും പറയുന്നുണ്ട്. നിങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്ത് ബ്രാഹ്മണങ്ങളുണ്ട്. അതായത് കൃഷ്ണ യജുർവേദത്തിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ പഠിക്കുന്നത്, ഉപനിഷത്ത് ഭാഗം മാത്രമാണല്ലോ പഠിക്കുന്നത്. ഉപനിഷത്ത് ഭാഗമല്ലാതെ കർമ്മകാണ്ഡങ്ങളുണ്ടല്ലോ, അവിടെയും ഈ കഥ വരുന്നുണ്ട്. അവിടെ അനേകം ഉപാസനകൾ പറയുന്നു. സൂര്യ ഉപാസന, ചന്ദ്ര ഉപാസന, ദേവതാ ഉപാസന, ദിക്കുകളുടെ ഉപാസന. അതായത് പല ഉപാസനകൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉപാസനയിലൂടെ അവരെ ചിത്തശുദ്ധി ആർജിച്ച് വളർത്തി 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 ഗുരുനാഥൻ കൊണ്ടുപോകുന്ന കഥ കുറച്ചുകൂടെ വിസ്തരിച്ച് ശുക്ലയജുർവേദത്തിൽ പറയുന്നുണ്ട്. ശുക്ലയജുർവേദത്തിൽ ഈ കഥ കുറച്ചുകൂടെ വിസ്തരിച്ച് പറയുന്നു. ഉപനിഷത്ത് എത്തിയപ്പോൾ ഈ കഥ ചുരുക്കിക്കൊണ്ട് ആദിത്യൻ്റെ മാത്രമായി പറയുന്നു, ആദിത്യ ഉപാസന. അതുകൊണ്ടാണ് ത്വാഷ്ട്രം എന്ന വാക്കിന് ഒന്നാമത്തെ അർത്ഥം ഉപാസനകൾ, രണ്ടാമത്തെ അർത്ഥം ആദിത്യനെ സംബന്ധിച്ച ഉപാസന, ആദിത്യ ഉപാസന. സൂര്യ ഉപാസന പറഞ്ഞു കൊടുത്തു ആര്? അധർവണ മഹർഷി, അശ്വിനികുമാർ. ഈ കഥയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം. അതെന്തും ആയിക്കോട്ടെ, കഥ എന്തും ആയിക്കോട്ടെ, ഭഗവാൻ അസുരന്മാരെ ഭയപ്പെട്ടുകൊണ്ട് ഭഗവാന് എന്താ പറയുക, ഉറങ്ങാണ്ടിരിക്കേണ്ട കാര്യമോ, ഭഗവാന് തൻ്റെ ഷാരംഗം എന്ന വില്ലിൽ നിന്നും യുദ്ധ അനന്തരം മാറ്റാണ്ടിരിക്കേണ്ട, അത്രയും ഭയപ്പെട്ട് അസുരന്മാരെ ഭയപ്പെട്ടിരിക്കേണ്ട ആളൊന്നുമല്ല ഭഗവാൻ നാരായണൻ. അപ്പോൾ ഈ കഥയുടെ ആന്തരാർത്ഥം വേണം നമ്മൾ എടുക്കാൻ. നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് ഉപാസനയിലൂടെയേ ചിത്തശുദ്ധി കിട്ടൂ. വെറുതെ ഉപദേശം കേട്ടാൽ ആർക്കും മോക്ഷം കിട്ടില്ല. ശ്രദ്ധിക്കണേ, അതാണ് ഈ കഥയുടെ താല്പര്യം.
ആദിത്യ ഉപാസന എന്നത് ഒരു ഉപാസന ഇവിടെ പ്രതിനിധിയായി പറഞ്ഞെന്നേ ഉള്ളൂ. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ചിത്തശുദ്ധിക്കുള്ള അനേകം ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലൊരു ഉപായമാണ് ആദിത്യ ഉപാസന. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ഉപദേശം കേട്ടാൽ ആരും ജീവൻ മുക്തരാവില്ല. ഉപദേശം കേട്ടാൽ ആരും ജീവൻ മുക്ത, ഉപദേശം പറഞ്ഞാലും ഉപദേശം പറയുന്ന ആൾക്കും ജീവൻ മുക്തി കിട്ടൂല. എന്ത് ചെയ്യണം? ആ സമ്പ്രദായത്തിലൂടെ ഉപദേശം കേൾക്കുന്നതിനോടൊപ്പം, അതായത് ബ്രഹ്മവിദ്യ കേൾക്കുന്നതിനോടൊപ്പം പഠിക്കുന്നതിനോടൊപ്പം ഉപാസനകളും സാധനകളും അതിനോടൊപ്പം തന്നെ പോകണം. പാരലായി പോകേണ്ടതാണ്. എന്ത്? ഒരു വശത്തൂടെ സാധന, നിഷ്കാമമായ സാധന അല്ലേ? എനിക്ക് എൻ്റെ ജന്മത്തെ പ്രാരാബ്ധങ്ങളാണ് പോകേണ്ടത്, എൻ്റെ വാസനയാണ് നശിക്കേണ്ടത്, എനിക്ക് അല്ലാണ്ട് ഭൗതികമായി ഇനിയൊന്നും നേടാനില്ല എന്നുള്ള നിശ്ചയത്തോടു കൂടിയുള്ള ഏതൊരു സാധനയും അതും തുടരെ വേണം. അതോടൊപ്പം പിന്നെ എന്താണ്? ആ സാധനയിലൂടെ അധികാരം വളരും. അപ്പോഴേ ഈ ഗുരുവിൽ നിന്നും കേൾക്കുന്ന ഉപദേശത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ, മോക്ഷമെന്ന അവസ്ഥയിലെത്തുകയുള്ളൂ. അതാണ് ഈ കഥയിലൂടെ പറയുന്നത് അല്ലേ? ഇപ്പോൾ ആദിത്യ ഉപാസനയുടെ കഥയാണ് പറയുന്നത്. ഉപാസന എന്നത്, ആദിത്യ ഉപാസന എന്നത് ഒരു പ്രതിനിധിയായി ഒരു ഉപാസന പറയുന്നതേ ഉള്ളൂ. ഉപാസനകൾ നിഷ്ഠയോടെ തുടര വേണം. അതിനായിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് മടങ്ങി വരാം. ത്വാഷ്ട്രം എന്ന വാക്ക് നമ്മൾ കണ്ടു. യത് ദസ്രൗ വാമപി കക്ഷ്യം, അതായത് ആദിത്യ ഉപാസന, അനേകം ഉപാസനകൾ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോടായി പറഞ്ഞുകൊണ്ട് അശ്വിനി കുമാരന്മാരെ പൂർണ്ണ അധികാരികളാക്കിക്കൊണ്ട് അവർക്ക് സർവാത്മഭാവം എന്ന അവസ്ഥയെ, അല്ലെങ്കിൽ മോക്ഷമെന്ന അവസ്ഥയെ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോടായി പ്രബോധത് എന്ന് വെച്ചാൽ പറഞ്ഞു തരിക, ഉപദേശിച്ചു അല്ലേ? എന്നിട്ട് പറയുന്നു, അവസാനം പറയുകയാണ്, ഈ ഉപദേശം എന്നത്, അതായത് ഈ ബ്രഹ്മവിദ്യ എന്നത് ഉപാസനകളിലൂടെ ചിത്തശുദ്ധി നേടിയെടുത്ത് ചിത്തശുദ്ധിയിലൂടെ അധികാരം വളർത്തി അധികാരത്വത്തിലൂടെ ജീവൻ മുക്തി ലഭിക്കുക എന്ന ഈ ഉപദേശം എന്നത്, ഉപാസനയിലൂടെ ചിത്തശുദ്ധി നേടിയെടുക്കുക, ചിത്തശുദ്ധിയിലൂടെ മോക്ഷത്തിനുള്ള അധികാരം വളർത്തുക, അധികാരത്വത്തിലൂടെ മോക്ഷത്തിലെത്തുക എന്ന ഈ ഉപദേശങ്ങൾ എന്നത് കക്ഷ്യം വാ ഇതെന്നത് കക്ഷ്യമാകുന്നു. അതായത് മൂന്നാമതൊരാളല്ലേ നമ്മളോട് പറയുന്നത്, ആ മൂന്നാമത്തെ ആള്, ആ സൂത്രധാരൻ നമ്മളോട് പറയുകയാണ് ഇതെന്നത് കക്ഷ്യമാകുന്നു. ഇനി കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. അതോടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തേന് പിരിയാം. ബാക്കി നാളെ കാണാം. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാവരും പങ്കെടുക്കാൻ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക, അല്ലാത്തവർ റെക്കോർഡിങ് കേൾക്കുക. കാരണം നമുക്ക് ഓരോ അവധി കൂടുന്തോറും നമ്മൾ നമ്മുടെ സമയം പൊക്കോണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ക്ഷമിക്കുക. നാളെ പങ്കെടുക്കുക, ക്ലാസ് ഉണ്ട്. ഓക്കെ. കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. കക്ഷ്യം എന്നാൽ രഹസ്യം. നിങ്ങളുടെ പുസ്തകത്തിലും കാണും രഹസ്യം. കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യം. രഹസ്യം എന്നാൽ എഴുതിക്കോളൂ, അജ്ഞാനകാലേ രഹസ്യഃ. അജ്ഞാനകാലേ രഹസ്യഃ. അജ്ഞാനകാല അനന്തരേ. ബാക്കിയാണ്, അടുത്ത സെന്റൻസ് ആണ്. അജ്ഞാനകാല അനന്തരേ പരസ്യഃ. അത്രയും സംസ്കൃതം എല്ലാവർക്കും അറിയാം അല്ലേ? അജ്ഞാനകാലേ രഹസ്യഃ, അജ്ഞാനകാല അനന്തരേ പരസ്യഃ. രണ്ടിടത്തും വിസർഗമുണ്ട് കേട്ടോ. പരസ്യഃ, രഹസ്യഃ. അജ്ഞാനകാലേ രഹസ്യഃ, അജ്ഞാനകാല അനന്തരേ പരസ്യഃ. ഇനി അടുത്ത സെന്റൻസ്, അജ്ഞാനിനാം രഹസ്യഃ.
അജ്ഞാനിനാം രഹസ്യഃ ജ്ഞാനിനാം പരസ്യഃ. അജ്ഞാനിനാം രഹസ്യഃ ജ്ഞാനിനാം പരസ്യഃ. എഴുതിയോ? ഒന്നുകൂടെ പറയാം. അജ്ഞാനകാലേ രഹസ്യഃ അജ്ഞാനകാല അനന്തരേ പരസ്യഃ. അജ്ഞാനിനാം രഹസ്യഃ ജ്ഞാനിനാം പരസ്യഃ. കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യം, സീക്രട്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വാക്ക് എഴുതിക്കോളൂ. 1.2.1.20 1.2.1.20 1.2.1.20. അതായത് 1-ാം ബ്രാഹ്മണം 1 പോയിന്റ്, 2 പോയിന്റ് എന്ന് വെച്ചാൽ 2-ാം അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. പിന്നെ അടുത്ത 1 അജാതശത്രു ബ്രാഹ്മണം 20-ാം മന്ത്രം അല്ലേ. മധുകാണ്ഡം 2ാം അധ്യായം അജാതശത്രു ബ്രാഹ്മണം 20-ാം മന്ത്രം. അജാതശത്രു ഗാർഗ്യന് അവസാനം പറയുന്നു രഹസ്യം. ഉപനിഷത്ത് എന്ന വാക്കിന് അവിടെയും നമ്മൾ രഹസ്യമെന്ന് കണ്ടു. എന്താണ് രഹസ്യം? സത്യസ്യ സത്യം തേഷാമേഷ സത്യം അല്ലേ, പ്രാണാവൈ സത്യം. അത് അവിടെയും രഹസ്യം. അതുതന്നെ ഇവിടെ കക്ഷ്യം എന്ന വാക്കുകൊണ്ട് പറഞ്ഞു അല്ലേ. ഇനി നമുക്കതിൻ്റെ ഇപ്പം എഴുതിയ സംസ്കൃതത്തിൻ്റെ വ്യാഖ്യാനം നാളെ പഠിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഒരു കാര്യം, നിങ്ങളുടെ പുസ്തകത്തിൽ ഈ കഥ ഇതും കൂടെ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുകയോ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയോ. കാരണം പിന്നീട് ഒരു 4-5 വർഷം കഴിഞ്ഞ് പുസ്തകം വായിക്കുമ്പോൾ കഥ പൂർണ്ണമല്ല. അപ്പോൾ സംശയം തോന്നരുത്. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ദേവന്മാരെക്കാൾ തനിക്കുള്ള ശ്രേഷ്ഠതയിൽ അഭിമാനം പൂണ്ട് വില്ലിൻ്റെ അറ്റത്ത് താടിയും വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഭഗവാൻ ഒരു അഭിമാനമില്ല. അഭിമാനം ഉണ്ടെങ്കിൽ ഇവരെ രക്ഷിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ആ കഥയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി അതിനെ തെറ്റിദ്ധരിക്കാതെ, ഇപ്പോഴല്ല മനനം ചെയ്യുന്ന 10 വർഷം കഴിഞ്ഞാണെങ്കിലും മനനം ചെയ്യുമ്പോൾ ഈ രീതിയിലേ മനനം ചെയ്യാവുള്ളൂ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.